അദ്ദേഹം പറഞ്ഞു എന്തോ ബാലി അതിനെ സംഘടിപ്പിച്ചു, സമരം നടത്തി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾക്കറിയാലോ, ലാവ്ലിൻ കേസായിട്ടാണോ ബാലിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത്? അദ്ദേഹത്തിന് പെട്ടെന്ന് ഇതെങ്ങനെ വരുമ്പോൾ ഈ വസ്തുതകൾ അറിയാതെ പോകുന്നതാണോ എന്നറിയില്ല. അതെല്ലാവർക്കും അറിയാലോ. അന്ന് സ്വാശ്രയ കേസ് ഗസ്റ്റ് ഹൗസിൽ, സ്വാശ്രയ കോളേജിൻ്റെ ഗസ്റ്റ് ഹൗസിൽ പോകുന്നു. അന്നത്തെ വിദ്യാർത്ഥികളോട് നിലപാട് ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥി ജീവിതം വിട്ടകാലാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും വിദ്യാർത്ഥി മനസ്സ് പോലെയാണല്ലോ അദ്ദേഹം പ്രതികരിക്കാൻ പാടുള്ളൂ. അത് ഞങ്ങളെയും പിന്നെ വലിച്ചഴിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതല്ലേ. ഞങ്ങളെയൊക്കെ അതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കാര്യം. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തിയ ആളുകളാണ്. പക്ഷെ പ്രതിപക്ഷ മേധാവിന് പറയുന്നതും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിയമസഭ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഈ രീതി അങ്ങേയറ്റം തെറ്റാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ബഹളുണ്ടാക്കിയ ആളുകളൊക്കെ അപ്പുറത്തിരിപ്പുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ? ഇതുവരെ കാണാത്ത ക്രിയാത്മക സർഗാത്മക പ്രതിപക്ഷത്തെ ആയിരിക്കും ഞാൻ നയിക്കുന്നത്. ബഹളങ്ങളല്ല, സംവാദം വേണം. പനമ്പള്ളി ഗോവിന്ദമേനോൻ ചർച്ച ചെയ്ത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദങ്ങളായിരിക്കണം, ഒരു തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ കാണേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അവരുടെ സമീപന കേരളത്തോട് വിവേചനത്തിനെതിരെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു. അത് ചർച്ച ചെയ്യണം. കേന്ദ്ര ബജറ്റിനെതിരെ ചർച്ച ചെയ്യണം. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ BJPക്ക് വേണ്ടി ഇപ്പോൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനങ്ങളുടെ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ പുറത്തും തുടരുന്നത്. ഒപ്പം തന്നെ BJPക്കെതിരായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ അതിൽ കേരളത്തിന് നേരിട്ട അവഗണനയെക്കുറിച്ചുള്ള പ്രമേയം അത് അവതരിപ്പിക്കാൻ പോലും ഇടം നൽകാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് മന്ത്രി P. രാജീവ് ഉന്നയിക്കുന്നത്.